ഈ ഭരതനാട്യം പിള്ളേർക്ക് ഫ്രീ ആയി പറഞ്ഞു കൊടുത്തു. അതിൽ ഡാൻസ് കമ്പോസ് ചെയ്ത് ഞാൻ. ഹായ് ഹലോ നമസ്കാരം. ചിമ്പൻ ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവർക്കും സ്വാഗതം. ഇന്ന് നമ്മളുള്ളത് നമ്മുടെ സുൽത്താൻ ബത്തേരിയാണ്. സുൽത്താൻ ബത്തേരിയിൽ നിന്ന് ഏകദേശം 1.5 കിലോമീറ്റർ മാറി മാങ്കുറ്റി എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട്. ഇവിടെ ഒരു കലാസാഗരമുണ്ട്. അതായത് ഒരുപാട് കുട്ടികളെ ഇവിടെ ഒരു അമ്മ ഡാൻസ് പഠിപ്പിക്കുകയാണ്. അമ്മയ്ക്ക് ഏകദേശം 78 വയസ്സുള്ള ഒരു അമ്മയാണ്. അമ്മയുടെ പേര് കലാമണ്ഡലം ജയന്തി എന്നാണ്. മാത്രമല്ല അമ്മ മലയാള സിനിമയിൽ 4 സിനിമകൾ അമ്മ പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ജയലളിത, കരുണാനിധി, രജനീകാന്ത്, കമലഹാസൻ ഇവരുടെയൊക്കെ അടുത്ത സുഹൃത്താണ്. പിന്നെ നമ്മുടെ ജയവിജയ, രാമു കാര്യാട്ട് ഇവരൊക്കെ അമ്മയുടെ ഫാമിലി മെമ്പർ കൂടെയാണ്. അപ്പോൾ ഈ അമ്മയുടെ ഒരുപാട് വിശേഷങ്ങളുണ്ട്, പഴയ കാലത്തെ സിനിമാ വിശേഷങ്ങളുണ്ട്. അപ്പോൾ അമ്മയുടെ വീട്ടിലാണ് കേട്ടോ നമ്മളുള്ളത്. ഇവിടെ തന്നെയാണ് അമ്മ ഡാൻസ് പഠിപ്പിക്കുന്നത്. അപ്പോൾ അമ്മയുടെ വിശേഷങ്ങൾ നമുക്ക് നേരിട്ട് കാണാം. അപ്പോൾ ഇതാണ് നമ്മൾ ആദ്യം ഇൻട്രോയിൽ പറഞ്ഞ നമ്മുടെ പ്രിയപ്പെട്ട അമ്മ. അമ്മ നമസ്കാരം. നമസ്കാരം. സുഖമായിട്ടിരിക്കുന്നോ? സുഖമായിട്ടിരിക്കുന്നു. അപ്പൊ അമ്മ ഒരുപാട് സിനിമാ നടന്മാരുടെ കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. മാത്രമല്ല ഈ 80-80ാമത്തെ വയസ്സിലും ഡാൻസ് പഠിപ്പിക്കുന്നുണ്ട്. എങ്ങനെയാണ് ശരിക്കും ഈ ഡാൻസിലേക്ക് അമ്മ എത്തിയത്? എത്തിയെന്ന് പറഞ്ഞാൽ ഞങ്ങളൊരു ഗ്രാമത്തിലായിരുന്നു കേരളത്തില്, അതെ ഗുരുവായൂരിന്റെ അടുത്ത്. അപ്പൊ എനിക്ക് ഡാൻസിൽ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു. ചെറുപ്പം മുതലേ 12 വയസ്സിൽ ഞാൻ കലാമണ്ഡലത്തിൽ ചേർന്നു. അവിടുന്ന് പഠിച്ച 5 വർഷം കോഴ്സ് കഴിഞ്ഞ് എല്ലാം കഴിഞ്ഞ് നിറയെ പ്രോഗ്രാംസ് ചെയ്തിട്ടുണ്ട്. പിന്നെ അത് കഴിഞ്ഞ് കലാമണ്ഡലം പഠിപ്പെല്ലാം കഴിഞ്ഞ് വിട്ടതിന് ശേഷം ഞാൻ ബോംബെയില് എല്ലാ സ്ഥലങ്ങളിലും നിറയെ പ്രോഗ്രാംസ് ചെയ്യുന്നത്. ഹേമാലിനെ പഠിപ്പിച്ചിട്ടുണ്ട്, വൈജയന്തിമാലിക്ക് മോഹിനിയാട്ടം പറഞ്ഞു കൊടുത്തിട്ടുണ്ട്. അവരെ എല്ലാവരും നിറയെ സ്റ്റുഡൻസ് ഉണ്ട്. അങ്ങനെ ഇരിക്കുമ്പോഴാണ് കല്യാണം കഴിഞ്ഞത്. അപ്പോൾ നമ്മുടെ പ്രിയപ്പെട്ടവർ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, നമുക്കൊക്കെ അറിയാം നമ്മുടെ ജയവിജയ, മനോജ് കേജന്റെ ഒക്കെ അച്ഛനാണ്. അവരാണ് ശരിക്കും അമ്മാവനാണ് അല്ലേ? അമ്മാവൻ ഞങ്ങളുടെ സ്വന്തക്കാരാണ്. സ്വന്തക്കാരായത് അവരാണ് മാരേജ് കൊണ്ടുവന്നത്. ഒരു ഡോക്ടർ, അവർക്ക് ജോലി ചെന്നൈയിലായിരുന്നു, മദ്രാസില്. അപ്പോൾ കല്യാണം കഴിഞ്ഞാൽ ഡാൻസ് ചെയ്യാന്ന് പറഞ്ഞു. പിന്നെ കഴിഞ്ഞപ്പോ ശേഷം ഡാൻസിന് പോയിട്ടില്ല. ശേഷം പിന്നെ വേറെ എടുത്തു പറയേണ്ട ഒരു കാര്യം, നമ്മുടെ പ്രിയപ്പെട്ട മലയാളത്തിന്റെ മഹാനായ സംവിധായകൻ രാമു കാര്യാട്ട് അമ്മേന്റെ അമ്മാവനാണ്. ശരിക്കും അമ്മ അതിനുശേഷം വിവാഹത്തിന് ശേഷം ചെന്നൈയിലായിരുന്നു. 2 മാസം കഴിഞ്ഞപ്പോ ചെന്നൈയില്. പിന്നെ ചെന്നൈയിൽ നിന്ന് അധികം വരാറില്ല കേരളത്തിലേക്ക്. അവർക്ക് ഡോക്ടറാണല്ലോ. അപ്പൊ അവരുടെ കൂടെ ഇങ്ങനെ ഇരുന്നു. കാലം കഴിഞ്ഞിരിക്കുന്ന സമയത്ത് മോൻ ഡോക്ടറായി. മോള് MC കഴിഞ്ഞു. മോളെ ഇവിടേക്ക് വയനാട്ടിലേക്ക് കല്യാണം കഴിച്ചു കൊടുത്തു. അങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എന്തായി, എൻ്റെ ഭർത്താവിന് സുഖമില്ലാണ്ടായി. പെട്ടെന്ന് മരണം കഴിഞ്ഞു, മരിച്ചു. അപ്പൊ എനിക്ക് എന്താ ചെയ്യാന്ന് അറിയില്ല. സ്വത്തൊക്കെയുണ്ട്, എല്ലാം ഉണ്ട്. അവര് 4 സിനിമ എടുത്തിട്ടുണ്ട്. നമ്മുടെ മലയാളത്തിലെ 4 സിനിമകൾ പ്രൊഡ്യൂസ് ചെയ്തതാണ്. അത് ഭാര്യ ഒരു മന്ത്രി, അതായത് നമ്മുടെ സുകുമാരൻ നായർ. ഇവര് ഹീറോ ആയിരുന്നു. അയാളെ ഹീറോ. പക്ഷെ അതെനിക്ക് ഇപ്പോഴായിട്ട് അറിയുന്നത്. ഞാൻ വിചാരിച്ചു സുകുമാരനും ജലന്ന പേര്. എന്റെ ഭർത്താവിന് പേര് മാറ്റിയിട്ടുണ്ടായിരുന്നു. പിന്നെ അതില് നിറയെ പേര് അഭിനയിച്ചിട്ട്. മേനക ഹീറോ, ജഗദീഷ് ശ്രീകുമാർ. അതില് ഡാൻസ് കമ്പോസ് ചെയ്ത് ഞാൻ. അതായത് വീണയെ നിന്നെ മീട്ടാൻ വീണ്ടും നെഞ്ചിൽ മോഹം എന്ന് പറഞ്ഞാൽ ഡാൻസ് ഞാൻ കമ്പോസ് ചെയ്തു. ഞാനാ കമ്പോസ് ചെയ്ത് കൊടുത്തത്. പക്ഷെ അതിൽ തന്നെ സ്റ്റുഡിയോയിൽ കൊണ്ടുപോയില്ലായിരുന്നു അവര്. വീട്ടിൽ വെച്ച് മേനക വന്ന് അങ്ങനെ കമ്പോസ് ചെയ്ത് കൊടുത്തു 2 പേർക്കും. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡാൻസ് കുറേ ഊതി. ആമ മലയാളത്തിൽ ഏതൊക്കെ സിനിമകളാണ് പ്രൊഡ്യൂസ് ചെയ്തിട്ടുള്ളത്? അതായത് ഭാര്യ ഒരു മന്ത്രി,
സൂര്യനസ് പെൺകുട്ടി, എല്ലാ മൈ ഡിയർ ലിസ്, എന്തൊക്കെയോ അവർ ചെയ്തിട്ടുണ്ട്. 4 അത് അത്ര എനിക്ക് ഇതില്ല, ഓർമ്മയില്ല. 2-3 പടം എനിക്ക് ഓർമ്മയിലുണ്ട്. മാത്രമല്ല അമ്മ നമ്മുടെ ഉലക നായകൻ കമലഹാസന്റെ കൂടെ ഡാൻസ് ചെയ്തിട്ടുണ്ട്. സ്റ്റേജിൽ ചെയ്തിട്ടുണ്ട്. ആ ഓർമ്മയെന്ന് പറയുക. അത് വന്നപ്പോ ഒരു ഡാൻസ്, എൻ്റെ അതൊക്കെ ഞാൻ മറന്നുപോയി, കൊല്ലക്കാലം മുന്നല്ലേ. ഇപ്പൊ അന്ന് എനിക്ക് 16 വയസ്സ് ഉള്ളപ്പോ സ്റ്റേജിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. അവര് മരിച്ചു കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോ എനിക്ക് എന്തോ മതി. അപ്പൊ ഒരു ക്ലാസ് തനിച്ചായമാതിരി ഒരു ഫീലിംഗ് വന്നു. അപ്പൊ ഞാൻ എന്ത് ചെയ്തു, ശരി എന്ന് പറഞ്ഞപ്പോ റസി എന്നൊരു ടീച്ചറുണ്ട്, നമ്മുടെ പുൽപ്പള്ളിയുള്ള ചിലങ്കയുടെ. അപ്പൊ അവള് പറഞ്ഞു, എന്താ അമ്മ ഇത്രയൊക്കെ പഠിച്ചല്ലേ, നമുക്കൊരു ക്ലാസ് തുടങ്ങാം, അമ്മയ്ക്ക് എന്ത് ഹെൽപ്പ് വേണമെങ്കിലും ഞാൻ ചെയ്യാന്നു. അങ്ങനെ ഞങ്ങൾ ക്ലാസ്സിൽ നിറയെ പിള്ളേരുണ്ട്. ഞങ്ങൾ അരങ്ങേറ്റം ചെയ്തു. പിള്ളേരുണ്ട്. റസി നല്ലൊരു ടീച്ചറാണ് അവള്. കാരണം ഒരുപാട് പ്രതിഭകളെ, അതായത് 20 വർഷം ക്ലാസ് എടുക്കുന്നതാണ്. എവിടെ? പുൽപ്പള്ളി നല്ല ബത്തേരിനും ക്ലാസ് ഉണ്ട്, എല്ലാ സ്ഥലത്തും അവൾക്ക് ക്ലാസ് ഉണ്ട്. പക്ഷെ ഞാൻ അങ്ങനെയല്ല, ഞാൻ 2 വർഷമായിട്ടുള്ളൂ. പിന്നെ ടീച്ചറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്ന് ചോദിച്ചാല്, അമ്മ കുട്ടികളോട് ഫീസ് പറഞ്ഞു വാങ്ങിക്കില്ല അല്ലെ? ഇല്ല, പിള്ളേർ തറാൻ നിറയുണ്ട്. ഞാൻ ഫീസിന് വേണ്ടി ക്ലാസ് എടുക്കൊന്നുമില്ല, അവര് തന്നെങ്കിൽ മേടിക്കും. അതെ, അമ്മേന്റെ ഒരു സന്തോഷത്തിന് വേണ്ടിയിട്ട് പഠിച്ച കാര്യങ്ങൾ കുട്ടികൾ അവര് അരങ്ങേറ്റത്തിനും അതെ, ഇത്ര പൈസ വേണം അത്ര പൈസ വേണം എന്നല്ല, ഈ എല്ലാം സാധു പിള്ളേരല്ലേ മോനെ, അവർക്കൊരു കലയിലൊരു ഇത് വേണ്ടേ? തീർച്ചയായിട്ടും. അതിനു വേണ്ടി അമ്മ അങ്ങനെ ചോദിക്കാറൊന്നുമില്ല. പക്ഷെ അവര് ദക്ഷിണ വയ്ക്കുമ്പോ അത് മേടിക്കും, അത്രേ. അമ്മ മറ്റൊരു കാര്യം, അമ്മയുടെ ഹസ്ബൻഡ് നമ്മുടെ ജയലളിതന്റെ അടുത്ത സൗഹൃദമുള്ളയാണ്. പ്രസംഗത്തിനെല്ലാം പോകും. കരുണാനിധിയുടെ അടുത്ത സുഹൃത്തായി, കരുണാനിധിയുടെ അടുത്ത, രജനീകാന്തിന്റെ അടുത്ത സുഹൃത്ത്. രജനീകാന്തൊക്കെ നല്ല സ്വഭാവം മോനെ. എന്താ പറയുക, ഒരു മനുഷ്യ എപ്പോഴും നമ്മൾ സ്വഭാവം നന്നാവണം. തീർച്ചയായിട്ടും. എത്ര വലുതാവുന്നുവോ അത്ര കിഴപ്പണം. അതാണ് ആരോട് സ്നേഹമായി പെരുമാറുക. അപ്പൊ പിള്ളേരോട് തന്നെ, ഞാൻ ഇതുവരെ പിള്ളേരെ വഴക്കും പറയില്ല, ചോദിച്ചൊക്കെ അടിക്കൂല. ഞാൻ വഴക്ക് പറയാൻ എന്താണെന്നറിയോ, പിള്ളേര് അതുകൊണ്ട് എന്നെ വിളിക്കുന്നത് ടീച്ചർ എന്നല്ല, അമ്മാമ്മ എന്നാ വിളിക്കുക. ടീച്ചർ അമ്മാമ്മ എന്നാ വിളിക്കുന്നത് പിള്ളേരെല്ലാം. എനിക്കായില്ലേ, 78 വയസ്സായില്ലേ. അമ്മക്കിപ്പോ എത്ര കുട്ടികളുണ്ട് ക്ലാസ്സില്? എനിക്ക് 10-25 പിള്ളേർ കുട്ടികളുണ്ട്. ഏതൊക്കെ ദിവസങ്ങളാ ക്ലാസ് നടക്കും? ശനി ഞായറും. ശനി ഞായർ മാത്രമാണ്. അമ്മ ഇപ്പോ ഡാൻസ് ചെയ്യും, അതുപോലെ തന്നെ പാട്ട് പാടും. അമ്മ ഡാൻസിന്റെ പാട്ടൊക്കെ പാടണ്ടേ? ഡാൻസിന്റെ പാട്ട് പാടണം. അത്ര വലിയ പാട്ടൊന്നും അറിയില്ല, കുറച്ചൊക്കെ അറിയില്ല. അവർക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ട് പാടുമോ? സന്നിധ പദ മഗരി നിരി സ നിരി ഗമ ഗമ പ നി തളങ്കു തൃക തക തക തതികണ തോ താജക ജം ധരി ത തത്തക ജം ധരി ത താജക ജം ധരി തത്തക ജം ധരി തളങ്കു ജം കൃതക തരിടും താജക ജം ധരി തത്തക ജം ധരി തളങ്കു ജം കൃതക തരിടും താജക ജം ധരി തത്തക ജം ധരി തളങ്കു ജം കൃതക തരിടും സ നി ദ പ ദ മ ഗരി നിരി സ. അമ്മ ഏത് വർഷത്തിലായിരുന്നു കലാമണ്ഡലത്തിൽ പഠിച്ചിറങ്ങിയത്? 1966 മോനെ. 66 അമ്മ പഠിച്ചിറങ്ങിയത്. ഞാനുള്ളപ്പോ TV ഇല്ല. പിന്നെയാണ് ഞാൻ ചെന്ന ഉടനെ കറണ്ടൊക്കെ വന്നു, ലൈറ്റൊക്കെ വന്നു കലാമണ്ഡലത്തില്. പിന്നെ അവിടെ പഠിക്കുമ്പോൾ ഞങ്ങൾ ഗുരുകുല വിദ്യാഭ്യാസം അന്നത്തെ കാലത്ത്. അവിടെ നിന്ന് അതായത് അവിടെ എന്ത് ചെയ്താലും കുഴപ്പമില്ലാതെ നമ്മൾ എഴുതി കൊടുക്കണം. അവിടെ ഡാൻസിന് എത്ര അടിച്ചാലും കുഴപ്പമില്ലാതെ എഴുതി കൊടുക്കും. ഇപ്പോഴത്തെ കാലത്ത് ഒന്ന് അടിച്ച കംപ്ലൈന്റ്. അങ്ങനെ പഠിച്ച ഞങ്ങൾ പഠിക്കുന്ന ഭരതനാട്യം മതി വരില്ല. ഇപ്പോഴത്തെ ഭരതനാട്യം എന്താ പറയുക, അന്നത്തെ ഭരതനാട്യം അരമണ്ഡല. അങ്ങ് ഇരുന്ന് കഴിഞ്ഞാണ്ടല്ലോ മോനെ, ഒരു 1/2 മണിക്കൂർ നേരം അങ്ങോട്ട് ഇരിക്കണം ഞങ്ങൾക്ക്. അപ്പൊ അമ്മ നമ്മൾ ഇത്രയും പറഞ്ഞു, അമ്മ ഒന്ന് ഡാൻസ് ചെയ്യല്ലേ അല്ലേ, കാണിച്ചു തരുമില്ലേ?
അപ്പോൾ അമ്മേന്റെ ചെറുപ്പത്തിലൊക്കെ ഉർവശി, നമ്മുടെ മലയാളത്തിന്റെ പ്രിയപ്പെട്ട നടി ഉർവശി, അതുപോലെ ഒരുപാട് പേര് വീട്ടിൽ വന്ന് ഇപ്പോഴും ആ സൗഹൃദം ഉണ്ട് അല്ലേ? ഉണ്ട്. അതാ എന്റെ ഭർത്താവ് പൽ ഡോക്ടറായിരുന്നു, ഭാസ്കർ എന്നാണ് പേര് അവര്. അപ്പൊ അവരായിട്ടുള്ളപ്പോ ഉർവശിയൊക്കെ എല്ലാം അറിയാം. അമാരി ഞങ്ങളുടെ യേശുദാസ് നമ്മുടെ പടത്തിലെല്ലാം പാടിയിട്ടുണ്ടല്ലോ, യേശുദാസ് എല്ലാവരും. അമര് മനോജ് വിജയൻ ഉർവശിയുടെ ഭർത്താവായിട്ട് അവര്, അതായത് ജയവതിമാരെ മകന, അവരൊക്കെ ആയിട്ട് നല്ല പഴക്കം, ഞങ്ങളെല്ലാം പഴക്കം. ഇപ്പൊ ഞാൻ എല്ലാം വിട്ടിട്ട് മദ്രാസിന് വിട്ടിട്ട് കേരളം ഇവിടെ വന്നല്ലോ, ബത്തേരിയിൽ വന്നല്ലോ, അങ്ങനെ പോകുന്നു മോനെ. ഓക്കെ. അപ്പൊ അമ്മയ്ക്ക് ഇപ്പൊ കുട്ടികളെ പഠിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ് അമ്മ. അമ്മയുടെ ഏറ്റവും വലിയ ആഗ്രഹം എന്താണ്? ആഗ്രഹം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഭരതനാട്യം പിള്ളേർക്ക് ഫ്രീ ആയി പറഞ്ഞു കൊടുത്തു. ഒരു സ്കൂൾ ഞാൻ സ്വന്തമായിട്ട് കെട്ടി, ഞാൻ മരിക്കുന്നേക്കാളും മുന്നേ സാധു പിള്ളേർക്ക് ഈ കല അവർക്ക്, കാരണം പഠിക്കണം എന്ന് മനസ്സിൽ സത്യസന്ധമായിട്ട് ആഗ്രഹമുള്ള കുട്ടികൾക്ക് ഫ്രീ ആയി പറഞ്ഞു കൊടുക്കാന്ന് വെച്ചിട്ടാണ് ഞാൻ ഇരിക്കുന്നത്. അത് ദൈവം വരട്ടെ, പൈസ വന്ന ഉടനെ. തീർച്ചയായിട്ടും അതിന്റെ ആദ്യ കടമ്പയായിട്ട് അല്ലെങ്കിൽ ആദ്യ പടിയായിട്ടാണ് നമ്മുടെ കലാസാഗരം ബത്തേരിയിൽ. അമ്മ ഇത് ബത്തേരിയിൽ നിന്ന് ഏകദേശം എത്ര കിലോമീറ്റർ മാറിയിട്ടുള്ളത്? ബത്തേരിയിൽ നിന്ന് ഈ മാങ്കുറ്റിക്ക് 2 കിലോമീറ്റർ ഉണ്ടാവും. അവിടുന്ന് ഓട്ടോറിക്ഷയ്ക്കാണെങ്കിൽ 50 രൂപ അവിടെ ഇവിടെ. അപ്പൊ അമ്മേന്റെ ഏറ്റവും വലിയ ആഗ്രഹം നിർദ്ധരായ കുട്ടികളെ സൗജന്യമായിട്ട് ഭരതനാട്യം പഠിപ്പിച്ച്, ഭരതനാട്യം മോഹിനിയാട്ടം പഠിപ്പിച്ച് മുഖ്യധാരയിലേക്ക് എത്തിക്കണം എന്നാണ് അമ്മേന്റെ ഏറ്റവും വലിയ. അത് പിന്നെ ദൈവം വിചാരിക്കണം മോനെ, പൈസ ഇല്ല, നോക്കട്ടെ. ഞാനൊരു സ്ഥലമുണ്ട്, അതിലൊരു കെട്ടിയൊക്കെ ചെയ്യണമെന്നുണ്ട്. ഓക്കെ. എന്തായാലും അമ്മയുടെ ആഗ്രഹം പോലെ തന്നെ വലിയൊരു കലാസാഗരം, പേര് പോലെ തന്നെ ലോകം മൊത്തം നിറയുന്ന ഒരു സാഗരമാവട്ടെ എന്ന് ഈ ഒരു നിമിഷം ആത്മാർത്ഥമായി ആശംസിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ് കേട്ടോ. അമ്മേനെ പരിചയപ്പെടാൻ പറ്റിയതിന് ഒരുപാട് സന്തോഷം. പക്ഷെ എനിക്ക് എന്താ അറിയാമോ, ഈ ഇടയ്ക്കായിട്ട് സൂക്കടായി. ഇപ്പൊ ഒന്നും കുഴപ്പമില്ല. ഇനിയിപ്പോ 2 വർഷം കഴിഞ്ഞാൽ 80 ആവുമ്പോ എല്ലാവരും കൂടി ആ ബർത്ത്ഡേ ഒരു ബത്തേരിയിലൊരു എല്ലാ ഡാൻസ് മാഷും എല്ലാവിധം ആൾക്കാരും ചേർന്ന് അത് കലോത്സവമായി കൊണ്ടുവരണം എന്നൊരു വിശേഷം. തീർച്ചയായിട്ടും അതിനൊക്കെ ദൈവം സഹായിക്കട്ടെ. നീ ഒരു നിമിഷം നമുക്ക് പ്രാർത്ഥിക്കാം അല്ലേ? ഓക്കെ ഓക്കെ അമ്മ. അപ്പൊ നമസ്കാരം. നമസ്കാരം.